നോക്കണം എൻ്റെ തലയിൽ, എൻ്റെ ഷോൾഡറിൽ ആരെ ഇരിക്കണ നോക്കിയേ. നിങ്ങൾ ഉറങ്ങിപ്പോയോ? അവൾക്ക് താത്തി നിൽക്കാൻ സ്ഥലമില്ലേ, അത് കാരണം അവൾ എൻ്റെ തോളത്തായിരിക്കണം അല്ലേ. അല്ലേ, നമ്മളെ തോളത്തിരുന്നിട്ടാണ് കുടമാറ്റം കാണുന്നത് അല്ലേ പാറു അല്ലേ? അയ്യോ തുടങ്ങിയാ അവളെ വെറുതെ അല്ല ഞാൻ തോളത്തിരുത്തിയാണ്. എൻ്റെ തല നന്നായിട്ട് മസാജ് ചെയ്ത് തരണം അല്ലേ പാറോ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ് കേട്ടോ. ഇന്നത്തെ തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 26 ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൃശ്ശൂർ പൂരമാണെന്ന്. അപ്പോൾ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും തൃശ്ശൂരിലാണ്. ഇപ്പോൾ കൂടെ അച്ഛൻ, അമ്മ, വൈഫ്, കുഞ്ഞ് എല്ലാവരും ഉണ്ട്. അപ്പോൾ വെയിൽ കാരണേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഞാനും കുട പിടിച്ചിട്ടാണ് നടക്കുന്നത്, അത്രയ്ക്ക് വെയിലുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും തൃശ്ശൂർ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, കാരണം തൃശ്ശൂർ പൂരം അറിയാലോ, നമ്മളുടെ തൃശ്ശൂരിൻ്റെ മാത്രം പൂരമല്ല, ഇത് ഓൾ കേരള, ഓൾ ഇന്ത്യ പൂരമാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ തെരുവിലത്തെ ഓരോരോ വിഭവങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ തെക്കേ നടയിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോണത്. ഇതാണ് ഗ്രൗണ്ട്, നല്ല തിരക്കാണ്, നോക്കിയേ കണ്ട. ഈ ഗ്രൗണ്ടിൽ നല്ല തിരക്കാണ്. ഇപ്പം ഞങ്ങൾ തെക്കേ ഭാഗത്താണ്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ കുടമാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ചൂടാണ്. ഇതാണ് ഗ്രൗണ്ട്. ഇവിടെ ഐസ്ക്രീം കണ്ട, 4 പുറം ഐസ്ക്രീമിൻ്റെ വണ്ടികളാണ് ഇവിടെ. ഇതാ കടല, നിലക്കടല, വെള്ളം എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ 2-3 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ കുടമാറ്റത്തിന് അങ്ങോട്ട് പോകാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ഇതാ ഞങ്ങളുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് വെയിൽ? നല്ല വെയിലില്ലേ പാറു? വെയിൽ എങ്ങനെയുണ്ട്? ഇല്ലല്ലോ. അതന്നെ. അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കണം. കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാം. നമുക്ക് കുടമാറ്റം കാണണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നല്ല തിരക്കുണ്ട്. ആക്ച്വലി ഇപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം ഇവിടെ കാണാൻ വരുന്നത്. ഇത്രയും കൊല്ലം തൃശ്ശൂർ പൂരം കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ നോർമലി ടി വിയിലാണ് തൃശ്ശൂർ പൂരം കാണാറ്. ഇപ്പോഴാണ് ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ് കേട്ടോ. ഓടണോ? കുട്ടികൾക്ക് പറ്റില്ല മാഡം. കിतने का है? ഷെയറിംഗ് 50 रुपया. മാഡം തന്നെയാണ്. ഇമോ ഒന്നിട്ട് നോക്ക്. എല്ലാവർക്കും 6 റിംഗിന് 50 രൂപ. എല്ലാവരും ഓരോന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് മമ്മിക്ക് എല്ലാവർക്കും ഒന്ന് കൊടുക്ക്. ഞങ്ങളൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ഭാഗ്യപരീക്ഷണം ഞങ്ങളുടെ ഭാഗ്യപരീക്ഷണം ആണ്. നോക്കട്ടെ. പപ്പ ഒന്നെടുത്തോളൂ. പപ്പാ ഒന്നെടുക്കോ. നോക്കട്ടെ, ഭാഗ്യമുണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ആരാട്ടെ മമ്മി ഇടണേ? നോക്കിയിട്ട് ആദ്യം നോക്കിയിട്ട് ഇടൂ. ഇടട്ടെ പോട്ടെ. അതാ ഗ്രൗണ്ടിന്റെ പുറത്ത് സിക്സർ. ഇനി പാറു ലിമോട്. 4 ബൗണ്ടറി. ഇനി പാറുട്. എന്തോ അമ്മയ്ക്കിട പാറുട്. ഇനി പാറു. അങ്ങനെയല്ല കുഞ്ഞാ, ഇങ്ങനെ അങ്ങനെയല്ല. എന്തത് ശരിക്കത്?
അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നിട്ട് ഒരു ഭാഗ്യ പരീക്ഷണം നോക്കിയില്ലാന്ന് വേണ്ട, അങ്ങനെ ഞങ്ങൾ സക്സസ് ആയിട്ട് ഫെയിലായി അല്ലേ. ഞങ്ങള് റിങ് എങ്ങോട്ടും എത്തിയില്ല. ലിമോ ഒക്കെ സിക്സർ അടിച്ചു. ലിമോന്റെ റിങ് പാത്രത്തിൽ മുട്ടിട്ട് പോലില്ല അല്ലേ. പാറുവിന്റെ 2 എണ്ണം പാത്രത്തിൽ മുട്ടി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഞങ്ങള് തോറ്റുപോയി ഗൈസ്. ഞങ്ങൾ 50 രൂപ കൊടുത്തു അല്ലേ. എന്നാലും ഇതൊരു രസം അല്ലേ. അതെ, പൈസ ചെലവായി. നമ്മ ഇവിടെ കുറെ കാഴ്ചകൾ, നമുക്ക് ഇനി കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് പൂരത്തിനടുത്തേക്ക് ഇങ്ങനെ പോവാം. കണ്ട ഈ ഗ്രൗണ്ട് മുഴുവനെയും കുടിവെള്ളവും പിന്നെ കളിപ്പാട്ടവും പിന്നെ ജ്യൂസും സംഭാരവും അങ്ങനെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ എന്താ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം, എന്താ ഈ ചെടികൾ, അങ്ങനത്തെ കുറേ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതാ ഇവിടെ റിപ്പോർട്ടർമാർ വന്നിട്ടുണ്ട്, ന്യൂസ് ചാനൽസ്. ബിഗ് TV ഉണ്ട്, അമൃത TV ഉണ്ട്, ജനം TV ഉണ്ട്. കണ്ട അവരൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് കണ്ട. പിന്നെ ഇതാണ് അമ്പലം. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. തിരക്ക് കൂടി വരണം. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായി. 5-5:30ക്കാണ് കൊടിമാറ്റം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. കാരണം എൻ്റെ തലയിൽ, എൻ്റെ ഷോൾഡറിൽ ആരാ ഇരിക്കണ നോക്കിയേ. നിങ്ങൾ ഉറങ്ങിപ്പോയോ? അവളൊക്കെ താത്തി നിൽക്കുന്ന സ്ഥലമില്ലേ, അത് കാരണം അവൾ എൻ്റെ തോളത്തായിരിക്കണം അല്ലേ. നമ്മളെ തോളത്തിരുന്നിട്ടാണ് കുടമാറ്റം കാണുന്നത് അല്ലേ പാറു അല്ലേ. അയ്യോ തുടങ്ങിയാ. അവളെ വെറുതെ അല്ല ഞാൻ തോളത്തിരുത്തിയാണ്. എൻ്റെ തല നന്നായിട്ട് മസാജ് ചെയ്ത് തരണം അല്ലേ പാറോ. നല്ല തിരക്കുണ്ട്. തിരക്കൊന്നും കാണിച്ച നല്ല തിരക്ക് പൂരത്തിൽ. ഞങ്ങൾ 1 സൈഡ് കൊടിമാറ്റം കണ്ടു. പിന്നെ കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്ത് സ്നാക്സ് ആണെന്നറിയില്ല. ഇതെന്താണിത്? അറിയില്ല, എന്തോ ഒരു സംഭവം. കടലൊക്കെ മിക്സ് ചെയ്ത് നൂഡിൽസും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കുടമാറ്റം? കൊറേ കാണാണ്ട്, ആദ്യം വന്ന ആന സെറ്റ് സൂപ്പറായിരുന്നു. നല്ല തിരക്കുണ്ട്. ആ തിരക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല അല്ലേ. നെറ്റിപ്പട്ട, പക്ഷെ എന്നാലും നമ്മൾ നല്ല സ്ഥലത്തായിരുന്നു നിന്നത്. അതെ അതെ, അത്യാവശ്യം നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കമ്പയർ ചെയ്യുമ്പോഴേ. നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ജലദൊക്കെ കണ്ടോളൂ, കുറച്ചേ കണ്ടോളൂ. തിരക്കുണ്ടായിരുന്നു അല്ലേ? തിരക്കുന്നിടത്ത് ഒഴിഞ്ഞു മാറി നിന്നു. തിരക്കുള്ള മയ്യാമ നമ്മൾ ആ മരച്ചോട്ടിൽ നിന്നോണ്ടേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിരുന്നോ? കാണാൻ പറ്റിയോ? നല്ല തിരക്കുണ്ടായിരുന്നു അല്ലേ? പപ്പ നല്ല ഹൈറ്റ് ഉണ്ടായോണ്ട് പപ്പയ്ക്ക് സൂപ്പറായിട്ട്. പാറു പിന്നെ എന്റെ തോളത്തായിരുന്നു. തോളത്തായ കാരണം അവള് ക്ലിയർ ആയിട്ട് കണ്ടു. കളിപ്പാട്ടോ? വാ വാ, ഒരു കളിപ്പാട്ടേ വാങ്ങി തരൂലേ? ആ കണ്ട, ഇവിടെ രാത്രി ആയപ്പോഴേ ഇത് ഡെക്കറേറ്റ് ചെയ്തു അല്ലേ. ഡെക്കറേറ്റ് ചെയ്തപ്പോൾ എന്ത് ഭംഗി നോക്കിയേ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അല്ലേ. അടിപൊളിയായിട്ടുണ്ട് കാണാൻ, സൂപ്പർ. ഇനി മോൾക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങണം. കളിപ്പാട്ടം വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് ഗുദാകവ. അങ്ങനെ ഇന്നത്തെ
തൃശ്ശൂർ പൂരം വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? ലൈഫിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം കണ്ടത് ഇല്ലപ്പാ? നമ്മളിങ്ങനെ എപ്പോഴും ടി വിയിലും ന്യൂസിലൊക്കെ കാണാറ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈം കണ്ടു. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ശരിക്കും നമ്മളെ ബുദ്ധിമുട്ടും അല്ലേ? അല്ലേ? മോളും എൻജോയ് ചെയ്തു, പക്ഷെ അവള് കുറെ ടയർഡായി അല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മോൾക്ക് ചെറിയ കളിപ്പാട്ടൊക്കെ വാങ്ങി, മോള് ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഓക്കെ, ഇനി അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ എല്ലാവർക്കും ബൈ.